ഹായ്, ശരത്താണ്. 3 കമ്പനികളുടെ Q3 റിസൾട്ട് വന്നിട്ടുണ്ട്. അതിനകത്ത് 2 അടിപൊളി നമ്പേഴ്സാണ്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ വീഡിയോ ചെയ്യുന്നതാണ്. മാനേജ്മെന്റ് കമന്ററി കാര്യങ്ങളൊന്നും വന്നിട്ടില്ല ഈ 3 കമ്പനികളിലെ. അത് വന്നതിന് ശേഷം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യാം. അതിനകത്ത് ആദ്യം പറയാനായിട്ടുള്ളതെന്ന് വെച്ചാൽ M&B ആണ്. M&B എഞ്ചിനീയറിംഗിന്റെ PB സെക്ടറിലുള്ള കമ്പനിയാണ്. കഴിഞ്ഞ ക്വാർട്ടറിലൊക്കെ നമ്മൾ അതിന്റെ ബിസിനസ് അനാലിസിസ് അതേപോലെ തന്നെ റിസൾട്ട് ഒക്കെ ഡിസ്കസ് ചെയ്തതാണ്. ഈ ഒരു ക്വാർട്ടറിൽ അവരുടെ നമ്പേഴ്സ് എനിക്ക് അത്ര നല്ലതായിട്ട് ഫീൽ ചെയ്യുന്നില്ല. കാരണം 7% അവരുടെ റവന്യൂല് ഗ്രോത്ത് വന്നിരിക്കുന്നത്. അതുപോലെ പ്രോഫിറ്റ് ഗ്രോത്ത് ഏകദേശം 43-44% വന്നിട്ടുണ്ട്. കഴിഞ്ഞ ക്വാർട്ടറിൽ ഇതേ കമ്പനി നോക്കിക്കഴിഞ്ഞാൽ അവർ കഴിഞ്ഞ ക്വാർട്ടറിൽ സെയിൽസ് ഗ്രോത്ത് നല്ല രീതിയിൽ വന്നിരുന്നു. ആ സമയത്ത് അവർക്ക് ഓപ്പറേറ്റിംഗ് ലിവറേജ് കിട്ടിയിട്ടില്ല. അവിടെ തന്നെ ഇവരുടെ റിസൾട്ട് മൊത്തം നന്നായിട്ട് ഫീൽ ചെയ്യുന്നില്ല. ഒരു ക്വാർട്ടറിലും നല്ല സെയിൽസ് ഗ്രോത്ത് വരുന്നുണ്ട്, അടുത്ത ക്വാർട്ടറിൽ നോക്കുമ്പോഴത്തേന് പ്രോഫിറ്റ് ആണ് ഗ്രോത്ത് വരുന്നത്. ഇവരൊക്കെ നന്നായിട്ട് വേറെ കമ്പനികൾ പെർഫോം ചെയ്യുന്നുണ്ട്, ഇപാക് ആണെങ്കിലും ഇന്റർആർച്ച് ആണെങ്കിലും ഒക്കെ. അതുകൊണ്ട് തന്നെ ഈ റിസൾട്ട് നന്നായിട്ട് ഫീൽ ചെയ്യുന്നില്ല എനിക്ക്. പിന്നെ മാനേജ്മെന്റ് കമന്ററി കേട്ടതിന് ശേഷം അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ടുള്ള അനാലിസിസ് നമുക്ക് ചെയ്യാം റിസൾട്ടിന്റെ. ഇനി അടുത്ത് പറയാൻ പോകുന്ന 2 കമ്പനികളും നല്ല റിസൾട്ടാണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഒന്നാമത് പറയാനുള്ളത് PN ഗാഡ്ഗിലാണ്. ഇവരുടെ റിസൾട്ടിന്റെ അപ്ഡേറ്റ് ഒരു മാസം മുമ്പ് വന്ന സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു. 46% അവരുടെ റീറ്റെയിൽ ജ്വല്ലറി സ്പേസ് ഗ്രോ ചെയ്തിരിക്കുന്നത്. മൊത്തത്തിൽ അവരുടെ റിസൾട്ട് നോക്കിയാൽ 35% റവന്യൂ ഗ്രോത്ത്. അതിനകത്തുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവിടെ അവർക്ക് ഒരു B2B ബിസിനസ് ഉണ്ടായിരുന്നു, അത് അവർ ഒഴിവാക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ സെക്ടറിൽ നിന്ന് അവർക്ക് ഡി ഗ്രോത്ത് ആണ് വരുന്നത്. അതുകൊണ്ടാണ് ഓവറോൾ നോക്കുമ്പോൾ 35 നോക്കുന്നത്. നമ്മളതല്ല നോക്കേണ്ടത്. നമുക്ക് റീറ്റെയിൽ ജ്വല്ലറി സ്പേസിൽ എത്രയാണ് ഗ്രോത്ത് എന്നുള്ളതാണ് കൃത്യമായിട്ട് അറിയേണ്ടത്. എന്നാലേ ഉള്ളൂ കൃത്യമായിട്ട് നമുക്ക് ബാക്കിയുള്ള റീറ്റെയിൽ ജ്വല്ലറീസുമായിട്ട് കമ്പയർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അവിടെ നോക്കുമ്പോൾ 46% റവന്യൂ ഗ്രോത്തും അതേപോലെ അവരുടെ പ്രോഫിറ്റ് ഗ്രോത്ത് നോക്കി കഴിഞ്ഞാൽ ഏകദേശം 98% പ്രോഫിറ്റ് ഗ്രോത്ത് വന്നിരിക്കുന്നത്. ഈ ഒരു ക്വാർട്ടറിൽ മാത്രം അവർ ഏകദേശം 171 കോടിയുള്ള അവരുടെ പ്രോഫിറ്റ് വന്നിട്ടുണ്ട് ഈ ഒരു ക്വാർട്ടറിൽ, Q3 മാത്രം. അങ്ങനെ നോക്കുമ്പോൾ കമ്പനിയുടെ പ്രോഫിറ്റ് മാർജിൻ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. മാനേജ്മെന്റ് കമന്റ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കേൾക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ റിസൾട്ട് വരുന്ന സമയത്ത് ഏകദേശം 27-28 മുകളിൽ PE ഉണ്ടായിരുന്ന കമ്പനി റിസൾട്ടിന് ശേഷം ഏകദേശം ഒരു 10% മൂവ്മെന്റ് സ്റ്റോക്കിൽ ഓൾറെഡി വന്നിട്ടുണ്ട്. എന്നിട്ട് പോലും അവരുടെ PE റേഷ്യോ എന്ന് പറയുന്നത് ഏകദേശം 21 ഇപ്പോൾ ഉള്ളത്. അതാണ് നല്ല ഹൈ ഗ്രോത്ത് ഉള്ള കമ്പനികളുടെ PE റേഷ്യോയിലുള്ള വാല്യൂഷൻസ് റിസൾട്ട് വരുന്ന സമയത്ത് താഴേക്ക് വരും എന്നുള്ള കാര്യം നമ്മൾ പറയുന്നത്. എന്തായാലും ഒറ്റ നോട്ടത്തിൽ നല്ല ഫിഗേഴ്സ് തന്നെയാണ് കമ്പനിയുടെ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ പറഞ്ഞ പോലെ മാനേജ്മെന്റ് കമന്റ് വന്നതിന് ശേഷം നമുക്ക് നാളെയാണ് അവരുടെ കമന്റ്, നാളെ അല്ല മറ്റന്നാളായിട്ട് അവരുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള റിസൾട്ട് അനാലിസിസ് ചെയ്യാം. അതുപോലെ പിന്നീട് പറയാനായിട്ടുള്ള കമ്പനി എന്ന് പറഞ്ഞാൽ സ്കൈ ഗോൾഡ് ആണ്. അവർ ജ്വല്ലറി സ്പേസിൽ നിന്നുള്ള കമ്പനിയാണ്. നേരത്തെ പറഞ്ഞ PN ഗാഡ്ഗിൽ എന്ന് പറയുന്ന റീറ്റെയിൽ ജ്വല്ലേഴ്സ് ആണെങ്കിൽ ഈ സ്കൈ ഗോൾഡ് എന്ന് പറയുന്നത് B2B ആണ്. അതായത് ഈ പറഞ്ഞ റീറ്റെയിൽ ജ്വല്ലേഴ്സിന് ജ്വല്ലറി ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു കമ്പനിയാണ്. സ്കൈ ഗോൾഡിന്റെ റവന്യൂ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ ഏകദേശം 77% റവന്യൂ ഗ്രോത്ത്. അതേപോലെ പ്രോഫിറ്റ് ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ ഏകദേശം 120% പ്രോഫിറ്റിൽ ഗ്രോത്ത് വന്നിട്ടുണ്ട്. സ്കൈ ഗോൾഡിലും നല്ല ഫിഗേഴ്സ് ആണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അവരുടെ TTM അതായത് ലാസ്റ്റ് 12 മന്ത്സിലെ റവന്യൂ എന്ന് പറഞ്ഞാൽ ഏകദേശം 5000-ഓളം എത്തിയിട്ടുണ്ട്. മാനേജ്മെന്റ് ഗൈഡൻസ് ഏകദേശം 5400-5500 ടോപ്പ് ലൈൻ എത്തിക്കുക എന്നുള്ള കാര്യമാണ് ഈ ഫിനാൻഷ്യൽ ഇയറിൽ. അത് റീച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അടുത്ത Q4 അവരൊരു 40% ഗ്രോത്ത് മാത്രം വന്നാൽ മതി കമ്പനിയിൽ. സോ അതിന് മുകളിൽ പെർഫോം ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ നോക്കുമ്പോഴത്തേന് ഒരു പക്ഷേ ചിലപ്പോൾ മാനേജ്മെന്റ് ഈ ഒരു ഫിനാൻഷ്യൽ ഇയറിലെ ഗൈഡൻസ് ഇൻക്രീസ് ചെയ്യാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ അടുത്ത ഫിനാൻഷ്യൽ ഇയറിൽ അവർ ഏകദേശം 7600 കോടിയോളം ടോപ്പ് ലൈൻ ഗ്രോത്ത് വരുത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് നോക്കുമ്പോൾ ഏകദേശം 40% അടുത്ത ഫിനാൻഷ്യൽ ഇയറിൽ ഗ്രോത്ത് കാണിക്കുന്നത്. അതിലും ചിലപ്പോൾ മാനേജ്മെന്റ് ഇൻക്രീസ് വരുത്താൻ സാധ്യതയുണ്ട്. അതൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയണമെങ്കിൽ മാനേജ്മെന്റ് കമന്റ് കേൾക്കണം. ഈ ക്വാർട്ടറിലല്ല അടുത്ത ക്വാർട്ടറിൽ അവർ ക്ലിയർ ആയിട്ട് പറയും. സോ അതിനകത്ത് ഇൻക്രീസ് വരുത്തുകൂടെ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു സ്റ്റോക്ക് ആയിട്ട് അത് മാറും. ഓൾറെഡി നല്ല രീതിയിൽ 50% മുകളിൽ ഗ്രോ ചെയ്യുന്ന കൺസിസ്റ്റന്റ് ആയിട്ട് പെർഫോം ചെയ്യുന്ന ഒരു കമ്പനിയും കൂടിയാണ് സ്കൈ ഗോൾഡ് എന്ന് പറയുന്നത്. സ്കൈ ഗോൾഡിന്റെ ഇതേപോലെ തന്നെയാണ്. റിസൾട്ട് വരുന്നതിന് മുമ്പ് ഏകദേശം 28 മുകളിൽ PE റേഷ്യോ ഉണ്ടായിരുന്ന കമ്പനി റിസൾട്ട് വന്ന ശേഷം ഏകദേശം 23-24 PEയിലേക്ക് താഴേക്ക് വന്നിട്ടുണ്ട്. അതും സ്റ്റോക്കും ഓൾറെഡി ഏകദേശം 10%ഓളം റിട്ടേൺ ജനറേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് റിസൾട്ടിന് ശേഷം തന്നെ. അതിനുശേഷമാണ് അവർ ഇപ്പോഴത്തെ കറന്റ് PE എന്ന് പറയുന്നത് ഏകദേശം 24 താഴേക്ക് വന്നിട്ടുള്ളത്. ഹൈ ഗ്രോത്ത് ഉള്ള കമ്പനിയുടെ PE റേഷ്യോ എങ്ങനെയാണ് താഴേക്ക് വരുന്നത്, അത് എങ്ങനെയാണ് ഇവർക്ക് റീറേറ്റിംഗ് കിട്ടാൻ സാധ്യത കൂടുതൽ എന്നുള്ള കാര്യമൊക്കെ നമുക്ക് ഈ റിസൾട്ടുകൾ നോക്കിയാൽ മനസ്സിലാവും. അവർ റിസൾട്ട് വരുന്നതിന് മുമ്പുള്ള PEയും റിസൾട്ട് വരുന്നതിന് ശേഷമുള്ള PE റേഷ്യോ എന്ന് പറഞ്ഞാൽ ഏകദേശം 20-25% PE റേഷ്യോയിൽ താഴേക്ക് വരുന്നു നല്ല റിസൾട്ടുകൾ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത്. നമുക്ക് എന്തായാലും ഇവരുടെയും മാനേജ്മെന്റ് കമന്റ് കേട്ടതിന് ശേഷം ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചെയ്യാം. ഏതായാലും ഈ 2 കമ്പനികളുടെ റിസൾട്ട് നല്ല ഫിഗേഴ്സ് ആയിട്ട് തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. അതേപോലെ തന്നെ ജ്വല്ലറി സ്പേസിലെ കല്യാണിന്റെ റിസൾട്ട് നല്ല ഫിഗേഴ്സ് തന്നെയാണ്. നമുക്ക് ഈ കമ്പനികളുടെ എല്ലാ റിസൾട്ട് ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്യാം. നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണാം.